പിണറായി പക്ഷത്തോടെ ചേർന്ന് നിൽക്കുന്ന സുകുമാരൻ നായർ നയിക്കുന്ന NSS ലീഗിനെ ഭയക്കുന്നു. എന്തിനാ ലീഗിനെ ഭയക്കുന്നത്? എന്തിനാ ലീഗിനെ ഭയക്കുന്നത്? അല്ല, UDF ലീഗിന് എന്തായാലും അപ്രമാദിത്വമുണ്ട്. അത് ഇന്നല്ലല്ലോ സുകുമാരൻ അറിയുന്നത്, അത് മുൻകാലങ്ങളിലും ഉണ്ട്. മുൻകാലങ്ങളല്ല, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 5ാം മന്ത്രി വിവാദം, ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് സുകുമാരൻ നായർ കയറി ആവശ്യപ്പെട്ട സന്ദർഭങ്ങൾ. അതൊന്നും മാത്രമല്ല, കേരളത്തിലെ വലതുവർഗീയ മുന്നണി, രണ്ടും ഇടതുവർഗീയ മുന്നണി എന്നും വലതുവർഗീയ മുന്നണി എന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. ഈ വലതുവർഗീയ മുന്നണിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്, മുസ്ലിം വർഗീയ താല്പര്യത്തിന് വേണ്ടി, കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടി. കേരള കോൺഗ്രസിൽ അപവാദം ഉണ്ടായിരുന്നത് ബാലകൃഷ്ണൻ പിള്ള, അദ്ദേഹം വേറെ കേരള കോൺഗ്രസുമായിട്ട് പോയി. ഇടയ്ക്കും പിഴയ്ക്കൊക്കെ 1-2 പേരെ കാണും, നാരായണക്കുറിപ്പൊക്കെ പറഞ്ഞ് കാണും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ വർഗീയ പ്രസ്ഥാനമാണ്. ഇനി വേറൊരു കൂട്ടരുണ്ട്, കോൺഗ്രസിനകത്തെ ആന്റണി വിഭാഗം. കോൺഗ്രസിനകത്തെ ആന്റണി വിഭാഗം കൃത്യമായി വിശകലനം ചെയ്താൽ മനോരമ ഉൾപ്പെടെയുള്ളവർ പ്രതിനിധാനം ചെയ്യുന്ന ക്രൈസ്തവ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവരുടെ രാഷ്ട്രീയ സ്വാധീനം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയെ പോലെ നേതാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ കയ്യിലെടുക്കുകയും എപ്പോഴെങ്കിലും അധികാരത്തിൽ വരുന്ന ബുദ്ധിമുട്ടാകുമ്പം കരുണാകരനെ മുമ്പിൽ നിർത്തും. കരുണാകരനെ മാത്രമല്ല, EMSനെതിരെയുള്ള വിമോചന സമരത്തിന് എല്ലാവരും കൂടെ കൂട്ടി. ആദ്യം പട്ടംതാനുള്ള മുഖ്യമന്ത്രിയായി, പട്ടംതാണുള്ളയെ ആ സ്ഥാനത്തു നിന്ന് ശങ്കറിനെ ഉപയോഗിച്ച് മാറ്റി, R. ശങ്കറിനെ. R. ശങ്കർ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അടുത്ത ശ്രമം P.T. ചാക്കോയെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. P.T. ചാക്കോയ്ക്ക് മുഖ്യമന്ത്രി ആവാനുള്ള അവസരം സംഭവിക്കാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം മരിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് ഉണ്ടായി. ആ കൂട്ടത്തിൽ, കേരള കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ NSSന്റെ ആചാര്യനായ മന്നത്തുരാമനും കൂടെ ചേർന്നു എന്നുള്ളൊരബദ്ധം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്താനുള്ളതുണ്ട്. അവിടെ നിൽക്കട്ടെ. എന്തായാലും ലക്ഷ്യം വീണ്ടും മനോരമയും മനോരമ പിന്തുണ കൊടുക്കുന്ന ആ വർഗീയ ശക്തികളുടെയും സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതിനെ പിന്നീട് EMSന്റെ സർക്കാർ 67 വന്നപ്പം മാറ്റിമറിക്കപ്പെട്ടു. വീണ്ടും തിരിച്ചത് പിടിക്കണമെങ്കിൽ ഒരു അവശ്യ ഘടകം എന്ന് കരുതി മാത്രം അവർ കരുണാകരനെ പിന്തുണ ചെയ്തു. പക്ഷെ കരുണാകരൻ എന്നൊക്കെ കേരള മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷത്തോട് പൊരുതി നേടുന്നതിന് കരുണാകരനെ ഉപയോഗിക്കും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആന്റണിയും ഉമ്മൻചാണ്ടിയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കരുണാകരനെ വലിച്ചിറക്കി സ്വന്തം ആളായ ആന്റണിയെയോ ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രിയൊക്കെ നോക്കും. അവസാനം എന്താ സംഭവിച്ചത്? കരുണാകരന് ശേഷം ഉള്ള കാലം എത്ര തവണ, വർഷങ്ങളോളം 2 പേര് മാത്രം, AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മാത്രം കോൺഗ്രസിന്റെ കോട്ടയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളൂ. ഒരു വയലാർ രവിക്കോ ഒരു VM സുധീരനോ ഒരു MM ഹസനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മുസ്തഫയ്ക്കോ അങ്ങനെ ആർക്കും ഒരിക്കലും അവസരം കൊടുത്തിട്ടില്ല. തന്ത്രപരമായ രാഷ്ട്രീയ കളികളിൽ കൂടെ അവരെന്നും അത് അവരുടെ കൈ തന്നെ വെച്ചുകൊണ്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആന്റണിയുടെ ആർക്കും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ മൂന്ന് വർഗീയ വിഭാഗത്തിൻ്റെ മുന്നണിയാണ് ഈ വലതുവർഗീയ മുന്നണി. അതിൽ അങ്ങനെ ഇരിക്കുമ്പോഴും സൗകര്യപൂർവം എന്നും NSS എടുത്തുള്ള നിലപാടെന്ന് പറയുന്നത് ക്രിസ്ത്യൻ വർഗീയതയോടൊപ്പം നിൽക്കാനാണ്. മുസ്ലിം വർഗീയത അവർ സഹിക്കുമായിരുന്നു, ക്രിസ്ത്യൻ വർഗീയതയോട് കൂട്ടിച്ചേർന്ന് നിൽക്കുമായിരുന്നു. പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കുക. നിലയ്ക്കൽ പ്രശ്നത്തിൽ
അന്നത്തെ NSS നേതൃത്വം ആരോടൊപ്പമായിരുന്നു? പല സന്ദർഭങ്ങളിലും. അതുപോലെ ഈ കഴിഞ്ഞ സന്ദർഭത്തിൽ കാര്യം വന്നു. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്പീക്കർ ഗണപതി മിത്താണെന്ന് പറഞ്ഞതിനെ സുകുമാരൻ നായർ പ്രതികരിച്ചു. അത് കഴിഞ്ഞ ഉടനെ പറഞ്ഞു, ഞാൻ പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ വർഗീയ ശക്തികൾ മുതലെടുക്കും പോലും എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഹൈന്ദവ പക്ഷത്തുള്ള BJPയോ വിശ്വഹിന്ദു പരിഷത്തോ ഒക്കെ ഈ കാര്യം പറഞ്ഞ് വിഷയമുണ്ടാക്കി മുന്നോട്ട് വരും എന്ന് ഭയന്നാണ് ഞാനിത് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അത് തന്നെയല്ല, മറ്റു പല ഘടകങ്ങളുമുണ്ട്. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ ഭയക്കുക എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വേറെ ഒരു പരോക്ഷമായ സാഹചര്യം ഞാൻ കാണുന്നത്, മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഒരു മുഖ്യമന്ത്രി പദത്തിലോ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പദത്തിലോ വരുന്നതിനുള്ള മുസ്ലിം ലീഗിൻ്റെ സാധ്യതയെ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ ഭയത്തോടെ നോക്കിക്കാണുന്നത് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ കേരള കോൺഗ്രസ് പക്ഷ രാഷ്ട്രീയമാണ്. ക്രിസ്ത്യൻ മതപരമായ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയമാണ്. അവരോടാണ് സുകുമാരൻ നായരുടെ കൂടുതൽ ചർച്ചയും. എനിക്ക് തോന്നുന്നത് ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിട്ട്, അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായിട്ട് ഒരു 50 നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കുക എന്നുള്ളത് പിണറായിയുടെ ഒരു തന്ത്രമാണ്. എന്നിട്ട് ആ വോട്ടുകൾ കോൺഗ്രസിലേക്കും BJPയിലേക്കും ഒക്കെ പോയ വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ തിരിച്ച് CPMലേക്ക് പിടിക്കാമെന്നുള്ള ഒരു കണക്ക് കൂട്ടലുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് NSSനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അല്ല, NSSനെ കൂട്ടുപിടിക്കുന്നതിനകത്ത് പിണറായി വിജയനും അദ്ദേഹത്തിന് വേണ്ടി ആ ജോലി നിർവഹിച്ച VN വാസവനും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞ മേഖലകളിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റമില്ലാതെ ഇടതുപക്ഷത്തോടൊപ്പം തുടരുന്ന പാർട്ടി ആളുകളുടെ വോട്ട്, ഹിന്ദുക്കളിലെ ആളുകളുടെ വോട്ട്, ഒപ്പം കുറച്ച് NSSൻ്റെ വോട്ട്, അതോടൊപ്പം കുറച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ വോട്ട്, ഇത്രയും വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 2021 ഇലക്ഷന് സാർ ഈ പറഞ്ഞ മേഖലകളിൽ 50 അല്ലെങ്കിൽ 60 കൊല്ലം വരും, എന്നാണെങ്കിൽ 60ഓളം വരും. ആ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞ സീറ്റുകൾ നേടാൻ കഴിയും എന്ന കണക്കൂട്ടലുണ്ടായിരുന്നു. ശബരിമലയിലെ പുതിയ വിവാദം അതെല്ലാം മാറ്റിമറിച്ചിട്ടുണ്ട്, അട്ടിമറിക്കുന്നുണ്ട്. ആ സാധ്യതകളൊക്കെ അതൊക്കെ നിൽക്കുമ്പോഴും പ്രധാനമായും നമ്മൾ ചിന്തിക്കുക, അങ്ങ് തുടങ്ങിയ ചോദ്യം എന്ന് പറയുന്നത് ഈ സുകുമാരൻ നായരുടെ താല്പര്യമാണ്. അതെ, അവിടെ അങ്ങ് ഒരു കാര്യം ഓർക്കണം, അദ്ദേഹത്തിന് സ്വാഭാവികമായി ഇടപെടാൻ താല്പര്യമുള്ളത് ക്രിസ്ത്യൻ വർഗീയ പക്ഷവുമായിട്ടാണ് താല്പര്യം കൂടുതലുള്ളത്. പ്രായോഗികമായ പല കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ മെഡിക്കൽ കോളേജുകളൊക്കെ ഇഷ്ടംപോലെ വരാൻ സാധ്യത ഉണ്ടായിട്ടും ചങ്ങനാശ്ശേരിയിൽ എന്തുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി ശ്രമിച്ചില്ല എന്നുള്ള ചോദ്യം ചങ്ങനാശ്ശേരിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അവർ പറയാൻ പോകുന്നത് ഒരു പക്ഷേ പുഷ്പഗിരിയുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണെന്നായിരിക്കും. അതവിടെ നിൽക്കട്ടെ, അതിനപ്പുറം പല കാര്യങ്ങളുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കാം. ഇത്രയേറെ സ്വാധീനം എന്നും യു ഡി എഫിനോടൊപ്പം നിന്ന, പ്രത്യേകിച്ചും KM മാണിയുമായിട്ട് എന്നും കേരള കോൺഗ്രസിനോടും UDFനോടും ഒപ്പം നിന്ന സുകുമാരൻ നായർക്ക് അദ്ദേഹം താമസിക്കുന്ന, അദ്ദേഹം ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരി മണ്ഡലം എന്നെങ്കിലും അവിടെ ഒരു കേരള കോൺഗ്രസ്സുകാരനോ ക്രിസ്ത്യാനിയോ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി, ഏതെങ്കിലും ഒരു ഹിന്ദു ആവട്ടെ, നായരാകട്ടെന്ന് പറയാൻ ഞാൻ പറയുന്നില്ല, ഒരാളാവണമെന്ന് ഇന്ന് വരെ അദ്ദേഹത്തിന് ആഗ്രഹം പോലും തോന്നിയില്ലേ? 1957 കല്യാണകൃഷ്ണൻ നായർ ജയിച്ച ശേഷം ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ഒരിക്കലും ഒരു നിയമസഭാംഗം, ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആള് കേരള നിയമസഭയിലേക്ക് വന്നിട്ടില്ല. NSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അത്.
എന്ത് സ്വാധീനമാണ് ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് UDF പോലും ഉള്ളത്? കേരള കോൺഗ്രസ്സുകാരനാവട്ടെ, എങ്കിൽ പോലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് ഇത്രയും കാലം ഇരുന്ന ശേഷം ഒരാളെ ഒരിക്കൽ കൊണ്ടുവരാൻ വേണ്ടി ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ ഇപ്പം സ്വന്തം മകളെ LDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് നിർത്തുമായിരിക്കും. നിർത്തും, ജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. അതാണ് വേറൊരു സംഗതി. എന്നും കേരള കോൺഗ്രസിലെ സീറ്റ് ചങ്ങനാശ്ശേരിയിലും പാലായിലും മാണിയുടെ പാലായിലും അതുപോലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിക്കും സീറ്റ് ഉറപ്പാക്കി വെച്ചതിൻ്റെ പിന്നിൽ അത് സുകുമാരൻ നായർ മാത്രമല്ല, അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നതും ഒപ്പമുണ്ടായിരുന്നതുമായ NSS നേതൃത്വത്തിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. ഹിന്ദുവിൻ്റെയോ നായരുടെ താല്പര്യം നോക്കുന്നതിനപ്പുറം രാഷ്ട്രീയ കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്നിക്കാനും അതിൻ്റെ അതിൻ്റെ പ്രയോജനം വ്യക്തിപരമായി നേടുവാനും താല്പര്യം കാണിച്ചവരാണ് ഞാൻ ഈ പറഞ്ഞ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ LDF NSSനെയും തമ്മിൽ അടുപ്പിച്ച ആ ഒരു ബന്ധിപ്പിച്ച പാലം എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. ഇതിനകത്ത് നിർണായക റോള് വഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതൊരു കാര്യമുണ്ട്. ഇപ്പൊ MV രാഘവന്റെ മകൻ നിതീഷ് കുമാർ CPM ചേർന്നില്ലേ എന്ന് പറഞ്ഞ പോലെ പത്തനംതിട്ട താലൂക്ക് NSS യൂണിയനിലേക്ക് 3 പ്രാവശ്യം മത്സരിച്ച് ബാലകൃഷ്ണപിള്ള ജയിച്ചു, ആവർത്തിച്ചിട്ട്. ആ 3 തവണയും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതിന് ആ പദവി കൊടുക്കാതിരുന്ന മനുഷ്യനാണ് ഈ സുകുമാരൻ നായർ. ബാലകൃഷ്ണൻ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഇവർക്കെതിരായിരുന്നു. അങ്ങനെ ബാലകൃഷ്ണകളെ ചവിട്ടി പുറത്താക്കിയ ആ നേതൃത്വത്തിന് പിന്നിലേക്ക് ഗണേഷ് കുമാർ ഒരു സഹായമായി ചെല്ലുന്നെങ്കിൽ അത് ഞാൻ ആദ്യം പറഞ്ഞ MV രാഘവന്റെ മകൻ CPM ചേർന്ന് പോലെ കണക്കാക്കിയാൽ മതി. അതിനപ്പുറം ഒരു കാര്യം ഞാൻ പറയാം. ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സുകുമാരൻ നായരുടെയോ NSSന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെയോ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനം ചെയ്യാൻ പറ്റുന്ന ആ വോട്ട് ശക്തി ദൈനംദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊന്ന്, ഇത്തവണത്തെ ഈ രാഷ്ട്രീയ കാലുമാറ്റത്തിന്, അവസരവാദപരമായ മാറ്റത്തിന് സുകുമാരൻ നായരെ പ്രേരിപ്പിച്ചത് ഒരിക്കലും സമുദായ താല്പര്യമല്ല, ഹൈന്ദവ താല്പര്യമല്ല, മുസ്ലിമിനോ വിരോധവുമല്ല. കൃത്യമായ കൊടുക്കവാങ്ങൽ, അത് പദവികളായിരിക്കും, മകൾക്കോ ആർക്കെങ്കിലുമുള്ള മന്ത്രി പദവിയായിരിക്കും, മറ്റു തരത്തിലുള്ള സഹായങ്ങളായിരിക്കും. ധനലക്ഷ്മി ബാങ്കൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ പല പ്രാവശ്യം വന്നു കഴിഞ്ഞതാണ്. അവിടെ അതുപോലെ പല കേസുകളിലും പെട്ടിട്ടുണ്ട്. അതിനൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം അനിവാര്യമായ ഘട്ടത്തിൽ നിവർത്തികെട്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടായിട്ട് ഇതിനെ കണക്കാക്കിയാൽ മതി. അതിൽ ഗണേഷ് കുമാറിൻ്റെ സാമർഥ്യമൊന്നും കൂടുതലായിട്ടും കാണണ്ട. ലഭിച്ച അവസരത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് സുകുമാരൻ നായരെ ചെവിക്ക് പിടിച്ച് AKG ഭവന്റെ പടിവാതിൽ കൊണ്ടിരുന്നതിന് VN വാസവനെ പറഞ്ഞു വിട്ട് പിണറായി വിജയൻ വിജയിച്ചെങ്കിൽ അത് പിണറായിയുടെ കയ്യിൽ അധികാരമുള്ളത് കൊണ്ടും സുകുമാരൻ നായർക്ക് ആശ്രയിക്കേണ്ട, അഭയം തേടേണ്ട സാഹചര്യം അനിവാര്യമായതുകൊണ്ടും ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറം ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് വിരോധമോ ഗണേഷ് കുമാറിൻ്റെ മിടുക്കോ ഒന്നും ഘടകങ്ങളായി കണക്കാക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ കൃത്യമായ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.